ആ വാ വാ. എന്താ പേര്? ഡോക്ടറെ കണ്ടൊരു കാര്യം പറയാൻ വേണ്ടിട്ട്. പേര്? ഉണ്ണി. വയസ്സ്? 40. 40. പറയും. രണ്ട് കല്യാണം കഴിച്ചു, രണ്ടും വിട്ടിട്ട് പോയി. മൂന്നാമതൊന്നും ഇങ്ങനെ സെറ്റായി. ഓ, നിശ്ചയം കഴിഞ്ഞ് ഓള് 2 ദിവസം കഴിഞ്ഞിട്ട് പൂൾ ബാറിലൊക്കെ എല്ലാം വരണം എന്ന് പറഞ്ഞിട്ട് ഓള് പോവും. ബസ്സിൽ കണ്ടക്ടറായിട്ട് ആ പണി ഉണ്ടായി. ബസ്സിലാ പണി? അതെ. അതെ. പല്ലുവേദന. മുതലാളി പറഞ്ഞു ആൾക്കാരെ കയറുന്നില്ല, നീ ഇനി വരണ്ടാന്ന്. ഞാൻ ദേഷ്യം പിടിച്ച് 3-5 ആളെ കൂട്ടിയിട്ട് ഒരു സമരപ്പന്തലാക്കി. ഫസ്റ്റ് ജാഥ ഞാൻ വിളിച്ചു, പിരിച്ചു വിട്ടന്നെ തിരിച്ചെടുക്കണമെന്ന്. അവർ5 ആളും പോയി, സമരം പൊളിഞ്ഞു. അല്ല, ഇത് എന്താ ഇവിടെ പറയാൻ കാര്യം മനസ്സിലായില്ല. ഞാൻ അവിടെ പറയണ്ട് സാറേ. അല്ല, നമ്മളിവിടെ ഈ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റുകളാണുള്ളതേ. അപ്പോൾ പല്ലുവേദന, റൂട്ട് കനാല്, നമുക്ക് കമ്പി ഇടല്, എന്ത് വേണേലും ചെയ്യാം. അപ്പം അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ട? വലിയവന് റൂട്ട് കനാലും കമ്പിയൊന്നും ഇടണ്ട സാറേ. പിന്നെ എന്താണ് പ്രോബ്ലം? വായുനാറ്റം. ആ, ഒന്ന് ഊതിയേ. ചാരിയിരുന്നു. ഞാനേ മാസ്ക് ഇട്ടിട്ട് നടന്നു, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവണ്ട വെച്ചിട്ട്. പക്ഷെ എനക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടല്ലോ, സഹിക്കാൻ പറ്റുന്നില്ല എനക്ക്. നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല. പല്ലിന് വേദനയൊന്നുമില്ല? ഒന്നുമില്ല. നമുക്കേ ഇപ്പൊ പുറമേ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. ഒന്ന് വായ വിളിച്ചേ, അടച്ചോ, അങ്ങനെ വെച്ചോ, കുഴപ്പമില്ല. ഇങ്ങനെ പിടിച്ചോ, കുഴപ്പമില്ല. കൈ പിടിച്ചോ. പിന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് പല്ല് മുത്തുപോലെ ആക്കാം. ഇല്ല, അത് കണ്ട ഇപ്പൊ മുകളിൽ കാണിച്ചേക്കണതിനൊക്കെയാണ് മോശമായിട്ടാണ് ഇരിക്കണ ഉണ്ണിയുടെ പല്ല്. നമുക്കത് ക്ലീനിങ് കഴിയുമ്പോൾ താഴത്തെ പോലെ മുത്തുപോലെ തിളങ്ങും. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഇതൊന്ന് കുറയുന്നത് വരെ ജാഥ നടക്കുന്നിടത്തും ആൾക്കൂട്ടമുള്ളിടത്തൊന്നും പോകണ്ട. കാരണം അവർ ആ പരിപാടി നടത്തിക്കോട്ടെ. അപ്പോൾ ഒന്ന് കുറച്ച് നാളത്തേക്ക് ഒതുങ്ങണം. ഇത് പിന്നെ നമ്മളുടെ കുഴപ്പം കൊണ്ടൊന്നും വരണല്ല. ഇപ്പം നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു ഫിസിഷ്യനെ കാണണം. പിന്നെ വായ ഉണങ്ങി പോകുമ്പോൾ അപ്പം തുടരെ വെള്ളം കുടിച്ചോണ്ടിരിക്കണം. കുടിക്കലുണ്ട്. അതല്ല, സാധാരണ വെള്ളം കുടിക്കലുണ്ടോ ഡെയിലി? എന്താണ് ടച്ചപ്പ്? വല്ല ഉണക്കമീൻ, താറാമുട്ട, അങ്ങനെ ചെമ്മീനൊക്കെ കഴിച്ചിട്ട് പല്ല് തേക്കാതിരുന്ന ഇത് വരും. ഇനിയിപ്പോ 3-മത്തെ പെണ്ണും പോയി കളയാതിരിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ കൃത്യമായിട്ട് ചെയ്യണം കേട്ടാ. സ്വരൂപേ. അതെ, ഉണ്ണി സാറിനെ ഒന്ന് ക്ലീൻ ചെയ്യാനേ, പല്ല് ക്ലീൻ ചെയ്യാനുള്ളൊരു കാര്യങ്ങൾ കണക്ക് ക്ലീൻ ചെയ്യാൻ അകത്തോട്ട് പോയിക്കോ കേട്ടാ. എന്താ ഇരിക്കണം അവിടെ അകത്താണ്. ഒരു 3-4 മാസ്ക് എടുത്തിട്ടോ, സഹിക്കാൻ പറ്റില്ല. ഈ ജാതി കേസാണല്ലോ ദൈവം ഇങ്ങാട് കയറി വന്നത്. വിടുന്നേടാ. ആ ഗ്ലൗസ് എടുത്ത് വെക്കേ. എന്താ സാറേ ഒരു എലി ചത്ത നാറ്റുണ്ടോ ഇവിടെ? സ്വരൂപേ, AC ഒന്നും നോക്കണ്ട, കുറച്ച് കുന്തിരിക്കൂട്ട് കത്തിച്ചോ. മനുഷ്യനിരിക്കണ്ടേ ഇവിടെ? ഇപ്പൊ മാറിയിരുന്നു. കടന്നു വരുമ്പോഴേ സീറ്റൊക്കെ നല്ലത് തന്നെ. നാറ്റുണ്ട്. വാലടച്ചേരെ. പുറത്തുനിന്ന് വരുന്ന പുറത്തുനിന്ന് എന്തോ ഒരു അപ്പുറത്ത്. മുനിസിപ്പാലിറ്റിയുടെ വണ്ടി എന്തെങ്കിലും പോയിണ്ടോ? എന്താടാ വായിലും മൗത്ത് വാഷ് ഒഴിച്ചു കൊടുക്ക്, ഞാൻ ഇപ്പൊ വരാം. എന്താ വന്നത്? ചന്ദ്രഹാസം അല്ലല്ലോ അത്? ചന്ദ്രഹാസം അല്ല, മന്ദഹാസം. അതന്നെ, മന്ദഹാസം. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ. അതന്നെ. അതിന് ഞാൻ ഈ സർക്കാർ ഓഫീസിൽ അവിടെ ചെന്നേ, എന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. മന്മോഹൻ സാറിനെ കണ്ട്. എവിടെ ഒന്ന് ചിരിച്ചേ? ഇതിപ്പോ ഈ ചിരിക്കണ ചിരി തന്നെ ഉള്ളോ? വേദന അങ്ങോട്ട് തുടങ്ങിയ സാറേ പെട്ടെന്നൊരു വേദന വരില്ല. അദ്ദേഹം അങ്ങോട്ട് ഈ നട്ടല്. എന്താ പേര്? പേര് കോയാന്ന്. വയസ്സ് 72. അപ്പോ ഇതിനിപ്പോ ഈ കായൊക്കെ ഇപ്പൊ അവിടുന്ന് തരും. അത് തരും. പേരക്കുട്ടിയുടെ കല്യാണം വരണ്ടേ,
അപ്പൊ 4 ആൾക്കാർ കുടുംബത്ത് കയറി വരുമ്പോ മുഞ്ഞാലൊന്ന് വൃത്തിയാക്കി വെക്കണ്ടേ. ഇല്ല, അതൊക്കെ ക്ലിയർ ആക്കാനാണല്ലോ ഇതിന് പദ്ധതികളുള്ളത്. അതാണ്. ഞാൻ പറഞ്ഞ ഈ സർക്കാരിന്റെ സഹായം കിട്ടുന്നവരെ നോക്കിയിരിക്കണം. നമുക്കിത് പെട്ടെന്ന് ക്ലിയർ ചെയ്യാം. അതെ പിന്നെ അതൊക്കെ മുഴുവൻ എടുത്തു കളഞ്ഞാൽ വൃത്തിയുള്ള പല്ല് വെച്ച് തരാം ഊരാൻ പറ്റാത്തത്. അതെ. അപ്പൊ പിന്നെ? കായ് അതിപ്പോ മൻമോഹൻ സാറ് പറഞ്ഞൊരു കേസല്ലേ, ആ ആ നമുക്കൊരു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടൊരു 30,000 രൂപക്ക് ചെയ്യാതെ ഫുള്ള് അപ്പറും താഴത്ത് ഉറപ്പിച്ചാലാ? ആ, ഓ, മറ്റേ സർക്കാരിന്റെ കായ് കിട്ടു നോക്കുക. അത് കിട്ടിയിട്ട് പിന്നെ നമുക്ക് വേണ്ടത് അപ്പൊ ഇത് ഈ സർട്ടിഫിക്കറ്റ് ആക്കണം, അത് അറ്റസ്റ്റ് ചെയ്യണ്ടേ? അത് വേണം. അപ്പൊ ഞാനിത് ചെയ്ത് തരണതിന് മുമ്പേ ഏ, ഞാൻ ഈ എഴുതി തരണതൊക്കെ ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്യണം. അതെ. അപ്പൊ അപ്പുറത്തൊരു മെട്രോ എന്ന് പറഞ്ഞിട്ടൊരു ലാബ് ഉണ്ട്, ഓ. അവിടെ കൊടുത്താൽ മതി, അവർ ചെയ്തു തരും അത് ശരി. കേട്ടോ. എന്നിട്ട് ഞാൻ സർട്ടിഫിക്കറ്റ് തരാം, ഓ, കുഴപ്പമില്ല. അല്ല അപ്പൊ ഇത് ചെക്ക് ചെയ്യുമ്പോ ഇപ്പോ പെട്ടെന്ന് എങ്ങാനും ഷുഗറോ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനിവിടെ ഇല്ല, നമുക്ക് ക്ലിയർ ചെയ്യാലോ. അത് മതി, അത് മതി. ലക്കില്ല. അപ്പൊ ഇത് ചെക്ക് ചെയ്തോണ്ട് പോരും. ആയിക്കോട്ടെ. അപ്പൊ വേറെ ഒന്നുമില്ല. വേറെ ഒന്നുമില്ല, check ചെയ്തിട്ട്. ചെക്ക് ചെയ്താ റിസൾട്ട് ആയിട്ട് വന്നോ, ഞാൻ എഴുതി തരാം കേട്ടാ. ആ കുന്തിരിക്ക് ഇത്തിരി പോയിച്ചോളിട്ടോ, നല്ല മണുണ്ട്. ദൈവമേ കാത്തേക്കണേ. എല്ലാണൊക്കെയോ സാറേ വായടച്ചോ, വായടച്ചോ. സാറേ, ഈ മന്ദഹാസത്തിന്റെ കായ് പാസ്സായ ആൾക്കാരുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞ് എന്റെ പേര് അതിലുണ്ടോ ഒന്ന് നോക്കിക്കാ. കായ് കിട്ടിയതൊന്ന് മാറ്റി വെക്കാൻ. ഏ ഞാനോ എന്താണ്ട് എന്താ നിങ്ങൾക്കൊക്കെ വല്ലു തന്നെ കായ ഓർക്കൂലേ? എന്താ പറയുന്നത് സാറേ? അങ്ങോട്ട് പോവാൻ എങ്ങനെ? അതിനകത്ത് ഞങ്ങൾ സാറ് ഇരിപ്പുണ്ട്, അവിടെ പോയി സാറിനെ കണ്ട സാറ് പറയും അതിനെന്താന്നുള്ള കാര്യങ്ങൾ. വായ ഓർത്ത് പറഞ്ഞൂടെ? നിങ്ങള് വെറുതെ അങ്ങനെ കിടന്ന് ഉരുണ്ട് അവരൊക്കെ എത്ര നേരം വായിട്ട് അലച്ചോണ്ടിരിക്കുക. നിങ്ങൾ ഒരാളോടല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. ശമ്പളം മേടിക്കണ്ട, വീട്ടിൽ പോയിരുന്നാളി ഉണ്ടല്ലോ. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം, വീട്ടിൽ ഇരിക്കണോ. എവിടുന്ന് കയറി പറഞ്ഞു ഇതൊക്കെ? ഇതിന്റെയൊക്കെ വായിൽ പല്ലൂടെ വെച്ചു കൊടുത്താൽ മതി. ശമ്പളം മേടിച്ചു തിന്നാനായിട്ട് കുറെ നായ്ക്കൾ. സാറേ. ഓ ഇരിക്കും. പറഞ്ഞോളൂ. അതെ, ആ. ഈ മന്ദഹാസം പദ്ധതിയിൽ കായ് വന്നവരുടെ കൂട്ടത്തിൽ എന്റെ പേരുണ്ടോന്ന് നോക്ക്. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് കോയ. അഡ്രസ് ഒന്ന് പറയൂ. അഡ്രസ് താഴത്തേതിൽ വീട്ടിൽ, കുമരനെല്ലൂര് വിഒ. വയസ്സ് എത്രയാ നിങ്ങൾക്ക്? 72. അപ്പൊ നിങ്ങൾക്ക് ഭാഗ്യമില്ല. അതായത് 75 വയസ്സിന്റെ മേലെ പ്രായമുള്ള ആൾക്കാരെയാണ് ഇപ്പൊ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. ആ, അപ്പൊ നിങ്ങൾ അതിൽ പെടൂല, നിങ്ങൾക്ക് 72 ആയിട്ടുള്ളൂ. അല്ല സാർ, എന്റെ പല്ല് കേട് വന്നിട്ടുണ്ടല്ലോ. അല്ല അപ്പൊ ഇപ്പൊ 75 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് ചിരിക്കൊന്നും വേണ്ടേ? അല്ല അങ്ങനെയല്ല, നമ്മളെ കേരളത്തില് 30% വയോധികർക്കും ഈ പല്ല് സംബന്ധമായ അസുഖങ്ങളുണ്ട്. ഇത് നോക്കുക. അതെ, കണ്ട് സംഭവം കണ്ട്. അപ്പൊ ഇവരെല്ലാരെയും സഹായിക്കാൻ ഇപ്പൊ സർക്കാരിനെ കൊണ്ട് പറ്റൂല. 70 ലക്ഷം ഉറുപ്പ്യാണ് സർക്കാർ ഇപ്പൊ ഇതിനു വേണ്ടി മാറ്റിവെച്ച്, ഒരാൾക്ക് 5,000 ഉറുപ്പ്യ തോതിൽ. ഇപ്പൊ നമ്മളെ ജില്ലയിൽ നിന്ന് 50 ആൾക്കാർ ഇതിന് സെലക്ട് ചെയ്തേക്കണം, അതിൽ നിങ്ങളില്ല. അപ്പൊ 75-ന് ശേഷം നമുക്ക് ചെയ്യാം കേട്ടോ. അത് തിരക്കേടില്ല. അപ്പൊ 75 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് ചിരിക്കുകയും വേണ്ട, ചവച്ചരച്ചത് ഇന്നയും വേണ്ട. അവര് ഈ പല്ലിളിച്ച് ഇങ്ങനെ നടന്നോട്ടെ വേനായിട്ട്. അങ്ങനത്തെ സർക്കാരിന്റെ ഓരോ തീരുമാനങ്ങളാണല്ലോ. അത് ഈ വയസ്സായ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ചെയ്യണത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണം? 75 വയസ്സിന് മുതിർന്ന ആൾക്കാർക്കല്ലോ ഈ പദ്ധതി എന്ന് പറയണ്ടേ? ഇതിപ്പോ മനുഷ്യൻ കയ്യിലുള്ള കായ് മുഴുവൻ ഈ മറ്റേ പല്ല് ഡോക്ടർക്കും കൊണ്ടുപോയി കൊടുത്ത്, പരിശോധനക്കായിട്ട് ലാബിലും കുറെ കായ് കൊണ്ടുപോയി കൊടുത്ത്, ഇതും പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പൊ ഈ പിടിച്ച്. എന്റെ തലവേദന എടുക്കണ്ടോ? തലവേദനയാണ് സാറേ, തലവേദനയാണോ പല്ല് വേദനയാണോ കണ്ണ് വേദനയാണോ ഒന്ന് പിടുത്തല്ലാതെ. പല്ലിന്റെ വേദന അങ്ങോട്ട് കേറിയിട്ട് ഇങ്ങനെ നട്ടല് വഴി ഇറങ്ങി പെരല് കൂടെ ഇറങ്ങി പോണ വഴിയൊക്കെ അത്ര ഇടങ്ങറുണ്ട്. അതേ, അത് പോട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഈ കയ്യിലെ കായൊക്കെ ചെലവായി, അതിപ്പോ കിട്ടാൻ വല്ല മാർഗമൊക്കെ ഉണ്ടോ?
പ്രത്യേകിച്ചൊരു മാർഗവും ഇല്ല. പക്ഷെ എന്നാലും സാറേ ഒരു പദ്ധതി ഇങ്ങനെ ആവിഷ്കരിക്കുമ്പോ അതിൽ ഒരു 70% ആൾക്കാർക്കെങ്കിലും ഇത് ഗുണം ചെയ്യണ്ടേ? അല്ലാണ്ട് ഏതെങ്കിലും 1-2 ആൾക്കാർക്ക് ഗുണം ചെയ്യണ ഒരു പദ്ധതി കൊണ്ടുവരിക, എന്നിട്ട് അതിങ്ങനെ കൊട്ടി ഘോഷിച്ചിട്ട് ഒരു പ്രഹസനം പോലെ കാണിക്കണേല് എന്തർത്ഥണ്ട്? ഇതിപ്പോ ചില പീടികകളിൽ ഈ ഫ്രിഡ്ജിന്റെ ടിവിയുടെ ഒക്കെ കച്ചവടം നടത്തുന്ന സ്ഥലത്ത് പരസ്യം കൊടുക്കണമായിരിക്ക. അവിടെ ചെന്ന് നോക്കിയാൽ അതിന്റെ വില എന്താന്ന് ശരിക്കറിയുള്ളൂ എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പൊ ഇത്. വെറുതെ ഒരു പേരിന് ഒരു സംഗതി. അല്ല ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ മുഖം ആകെ അങ്ങോട്ട് വാടിയേക്കണം. എന്ത് നിങ്ങളുടെ മുഖം പറഞ്ഞ്? നിങ്ങൾ നന്നായിട്ട് ചിരിച്ചോളി, നിങ്ങൾക്ക് നല്ല പല്ലില്ലേ. അങ്ങനെ ചിരി കോട്ടി ചിരിക്കണ്ട, ശരിക്ക് ചിരിച്ചോളി. ചിരിക്കാൻ അങ്ങോട്ട് ചിരിക്കാറില്ല, ഞാൻ കാണിച്ചാൽ എന്നാലും ഇങ്ങോട്ട് നോക്ക്. ഇതാ ചിരിച്ചോക്ക് കേട്ടോ. അല്ലോ ഇതാ പോണ് വേന, ഇതാ പോണ് നട്ടലിന്റെ അതേനെ. അല്ലാ മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.